വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഇപ്പോൾ കേട്ടതും ഇന്ന് പത്രത്തിലുമൊക്കെ മാധ്യമങ്ങളിൽ കൂടെ കണ്ടത്. കേരള കലാമണ്ഡലത്തിലെ 69 താൽക്കാലിക ജീവനക്കാർ അടക്കം 125 ജീവനക്കാരെ ഡിസംബർ 1 മുതൽ ജോലിയിൽ ഹാജരാവേണ്ട എന്നുള്ളൊരു വാർത്തയാണ്. ഇത് ദുഃഖകരമായൊരു വാർത്തയാണ്. അത് കലാകാരനെ സംബന്ധിച്ച് കല സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതേസമയം കലാകാരൻ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കലാപ്രവർത്തനവും കലാപഠനവും. ഭാവി തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കേണ്ടതൊക്കെ പാരമ്പര്യമായിട്ടും നമ്മുടെ കലാകാരന്മാരുടെ കടമയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും മറ്റ് അധികാരികളുടെയും കടമയാണ്. കേരള കലാമണ്ഡലത്തിനെ സംബന്ധിച്ച് സാംസ്കാരിക സർവകലാശാലയായി മാറാൻ പോവാണ് കേരള കലാമണ്ഡലം. കേരള സർക്കാർ വളരെ മുൻപന്തിയിലാണ് കലാമണ്ഡലത്തിനെ യൂണിവേഴ്സിറ്റിയാക്കി ഇനി സാംസ്കാരിക സർവകലാശാലയായി ഉയർത്തുന്നു. ഇതൊക്കെ നല്ല നടപടികളാണ്. ഈ വലിപ്പം കൂടുന്തോറും സാമ്പത്തിക ബാധ്യത കൂടുന്നത് കൊണ്ട് സർക്കാരിന് കൃത്യമായി ശമ്പളം കൊടുക്കാൻ ചില സമയത്ത് അവിടെ ചില സാങ്കേതിക തകരാറ് കൊണ്ടാണത്. അതായത് നടപടിക്രമങ്ങളിലുള്ള അപ്രായോഗികത മാത്രം കൊണ്ടാണ് ഈ ശമ്പളം വകുന്നത്. എല്ലാ ജീവനക്കാർക്കും കലാകാരന്മാർക്കും കൃത്യമായി ഡ്യൂ ഡേറ്റിന് ശമ്പളം കൊടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നത് നിയമ നടപടികളിലുള്ള അപ്രായോഗികതയാണ്. ഇത് മാറ്റിയെടുക്കാൻ സർക്കാർ ശ്രമിക്കണം. കേരള കലാമണ്ഡലത്തിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് കേരളത്തിനെ രക്ഷിക്കുകയാണ്. കേരളം കലകളുടെ നാടാണ്. കലകളെ സംരക്ഷിക്കുക സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇപ്പോൾ പലപ്പോഴും ഗ്രാൻഡായിട്ട് നോൺ പ്ലാൻ ഫണ്ടും പ്ലാൻ ഫണ്ടും 2 തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് കേരള കലാമണ്ഡലത്തിൽ ശമ്പളം കൊടുക്കുന്നത്. അതിൽ നോൺ പ്ലാൻ ഫണ്ടിൽ വേണ്ട വിധത്തിൽ സംഖ്യ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ശമ്പള കുടിശ്ശികകൾ പലപ്പോഴും നേരത്തിന് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് കലാമണ്ഡലത്തിലെ ഭരണാധികാരികളുടെ കുറ്റമല്ല, സർക്കാരിൻ്റെയും കുറ്റമല്ല. ഇതിൻ്റെ ഇടയിലുള്ള നിയമ നടപടികളുടെ വ്യവസ്ഥകളുടെ മാറ്റമാണ്. ഇതിനെ മാറ്റിയെടുക്കാൻ സർക്കാർ ശ്രമിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകൾ പോലെ സർക്കാർ കോളേജുകൾ പോലെ നമ്മുടെ കേരള കലാമണ്ഡലത്തിൻ്റെ ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം അതാത് മാസ ശമ്പളം ട്രഷറിയിൽ നിന്നും നേരിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടായാൽ ഇത് വളരെ സിമ്പിളായിട്ട് മാറ്റും. സർക്കാർ കാശ് കൊടുക്കുന്നുണ്ട്, അത് കലാകാരന് ഡ്യൂ ടൈമിന് കിട്ടാൻ പല കടമ്പകൾ കടക്കേണ്ടി വരും. ആ കടമ്പകളെ മറികടക്കാൻ ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം കലാമണ്ഡലത്തിൽ നടപ്പാക്കണം. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടണം. ഏത് പ്രവൃത്തിയാണെങ്കിലും ശമ്പളം ഒരു ഘടകമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. ശമ്പളം കൃത്യമായിട്ട് കിട്ടിയാലേ ജോലി ചെയ്യാൻ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അത് അധ്യാപകനായാലും കലാകാരനായാലും ഒക്കെ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് കല പഠിപ്പിക്കുന്ന കലാമണ്ഡലത്തിൽ കൃത്യമായി ശമ്പളം എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് മാനസികമായി ആ കലാകാരന്മാർ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. കൃത്യമായി ക്ലാസ് എടുക്കാനും അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാനും സാധിക്കണമെങ്കിൽ കുടുംബത്തെ പ്രശ്നം അവരെ അലട്ടാതിരിക്കണം. ശമ്പളം കൃത്യമായി കിട്ടണം. അത് താൽക്കാലിക ജീവനക്കാർക്കും സ്ഥിര ജീവനക്കാർക്കും ബാധകമാണ്. താൽക്കാലിക ജീവനക്കാരെ ഞാൻ അറിഞ്ഞിടത്തോളം ഡിസംബർ 1 തൊട്ട് ജോലിക്ക് ഹാജരാവേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിരിച്ചു വിട്ടിട്ടില്ല, സർക്കാർ പിരിച്ചു വിട്ടിട്ടില്ല, കലാമണ്ഡലം പിരിച്ചു വിട്ടിട്ടില്ല. പക്ഷേ ജോലിക്ക് ഹാജരാവേണ്ട എന്ന് പറഞ്ഞാൽ ബലത്തിൽ കലാകാരന് പണിയില്ലാതാവുകയാണ്. ആ അവസ്ഥ മാറ്റിയെടുക്കണം. അവർക്ക് ഡിസംബർ 1 മുതൽ ജോലി ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യുന്ന ദിവസത്തെ ശമ്പളം അതാത് മാസം അവർക്ക് കിട്ടാൻ സൗകര്യമാണ്. അത് സർക്കാർ ഉടനടി ഇടപെടണം. സർക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ അറിയേണ്ട തലങ്ങളിലേക്ക് ഇത് എത്തുന്നുള്ളൂ. ഈ നടപടികൾ സർക്കാരിൻ്റെ ശ്രദ്ധ വരുന്നതോടുകൂടി ഇതിലുള്ള അപ്രായോഗികത മാറ്റിയെടുക്കാൻ സാധിക്കും. സർക്കാരായാലും സാംസ്കാരിക വകുപ്പായാലും ഇതിൽ ഇടപെടും ഉടനടി. അതുകൊണ്ട് കല സംരക്ഷിക്കണം, കേരളത്തെ രക്ഷിക്കാൻ. കലാകേരളം എന്ന് നമ്മൾ പറയുന്നത് വിവിധമായ കലകളുടെ ഒരു ധാരാളമായിട്ടുള്ള കലകൾ കേരളത്തിലുണ്ട്.
കലാമണ്ഡലത്തിൽ കഥകളി പഠിപ്പിക്കുന്നു, വാദ്യകല പഠിപ്പിക്കുന്നു, നൃത്തം പഠിപ്പിക്കുന്നു, സംഗീതം പഠിപ്പിക്കുന്നു. വള്ളത്തോൾ കലാമണ്ഡലം സ്ഥാപിച്ചത് കഥകളിയെ സംരക്ഷിക്കാനാണ്, ശാസ്ത്രീയ കലകളെ സംരക്ഷിക്കാനാണ്, കേരള കലകളെ സംരക്ഷിക്കാനാണ് വള്ളത്തോൾ കലാമണ്ഡലം സ്ഥാപിച്ചത്. 1 രൂപ പിരിവെടുത്ത് കലാമണ്ഡലം നടത്താൻ വേണ്ടി മഹാകവി സഞ്ചരിച്ച കഥ അറിഞ്ഞവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. മഹാകവി വള്ളത്തോളും മുകുന്ദരാജാവും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കലാമണ്ഡലം കേരള സർക്കാർ ഏറ്റെടുത്തു. മാറി വരുന്ന സർക്കാരുകളൊക്കെ കലാമണ്ഡലത്തോട് വളരെയധികം അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സൊക്കെ കണ്ടാൽ സർക്കാർ നിരവധി ഫണ്ടാണ് അവിടെ ചിലവാക്കുന്നത്. ആ സർക്കാർ കലാകാരന് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് കലാകാരൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. കലയെ സംരക്ഷിക്കാൻ കലാകാരനെ സംരക്ഷിക്കണം, കൃത്യമായി ശമ്പളം കൊടുക്കണം. താൽക്കാലിക ജീവനക്കാർ ഇത്ര അധികം ഉണ്ടാകരുത് ഒരു സ്ഥാപനത്തിൽ. 125 പേര് താൽക്കാലിക ജീവനക്കാർ 10 വർഷമായി താൽക്കാലിക ജീവനക്കാരായി ജോലി നോക്കുക എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് നല്ലതല്ല. അതുകൊണ്ട് സ്ഥിരമായ നിയമനം നടക്കാനും സർക്കാർ ഇടപെടണം, സ്ഥിരമായി ശമ്പളം കൊടുക്കാൻ സർക്കാർ ശ്രമിക്കണം. നമ്മുടെ കേരളത്തെയും കലകളെയും രക്ഷിക്കാൻ സർക്കാർ ഉടനടി നടപടി സ്വീകരിക്കണം എന്ന് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പ്രായോഗിക തടസ്സം എന്താണെങ്കിൽ അത് മാറ്റിയേ വേണ്ടൂ. ഇവിടെ ഫണ്ട് കൊടുക്കാനില്ല, ഫണ്ട് കിട്ടാനില്ല. പക്ഷേ അത് കിട്ടുന്ന രീതികളിൽ എന്തോ അപാകതകളുണ്ട്. അത് പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.